شهري ورمضان شهر أمتي. قال ابن رجب في اللطائف المعارف: رجب شهر رجب مفتاح أشهر الخير والبركة. شهر رجب شهر للزرع وشعبان شهر سقي للزرع ورمضان شهر حصاد الزرع. مثل شهر رجب مثل الريح. കനകപ്പതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമായി കതിരൊളിനൂറിലണഞ്ഞിടുവാൻ അഭിലാഷം നിറവായി. കനകപ്പതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമായി കതിരൊളിനൂറിലണഞ്ഞിടുവാൻ അഭിലാഷം നിറവാൻ. അഷ്റഫുൽ ഖൽഖ് ഹബീബോരെ അരമന റൗളയിൽ വാണോരെ അങ്ങയിലെത്തിടാൻ കൊതിയേറെ മനസ്സിൽ ത്വയ്ബ വസന്തമേ പുണ്യമരീചിക തീരമേ. മനസ്സിൽ ത്വയ്ബ വസന്തമേ പുണ്യമരീചിക തീരമേ. പൂനീലമദീനയിൽ പരിമള സുമമേ അസ്സലാം. മനസ്സിൽ ത്വയ്ബ വസന്തമേ പുണ്യമരീചിക തീരമേ. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അള്ളാഹു അവന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അള്ളാഹു നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അള്ളാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കണം റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 10 മണിയായപ്പോ ഒന്ന് വീണു. കൈകുത്തിയാണ് വീണത്. കൈയുടെ അസ്ഥിക്ക് ഒരു പൊട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ശിഫയാവാൻ നിങ്ങൾ എല്ലാവരും നന്നായി ദുആ ചെയ്യുക. അല്ലാഹു തആല നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ അവയവങ്ങളും നമ്മുടെ ആന്തരിക അവയവങ്ങളും നമ്മുടെ ശരീരത്തിന്റെ സകലമാന പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഒരാൾ മരിക്കണമെങ്കിൽ രോഗിയാണ്, എല്ലാവരും പറഞ്ഞു ഇപ്പൊ തന്നെ മരിക്കും എന്ന് പറഞ്ഞാൽ അവൻ മരിക്കണമെന്നില്ല. രോഗിയാണെന്ന് വിചാരിച്ച ഒരാൾ മരിക്കണമെന്നില്ല, കാരണം സമയമായാലും മരിക്കും. അതുപോലെ ആരോഗ്യവാനാണെന്ന് ഓർത്ത് ഒരാൾ മരിക്കില്ല എന്നും പറയാൻ പറ്റില്ല. നല്ല ആരോഗ്യമുണ്ട്, നല്ല ഒരു കിൻഡില് ചാക്കൊക്കെ എടുത്തു വെക്കാൻ ഒറ്റ കൈ മതി. ഒരു സിമന്റ് ചാക്കൊക്കെ 2 കൈയിലും ഒരേ സിമന്റ് ചാക്ക് കൊണ്ടുപോകുന്ന യൂണിയൻകാരൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരോഗ്യം ഉണ്ടെന്ന് വിചാരിച്ച് മരിക്കൂല എന്ന് പറയാൻ പറ്റില്ല. സമയമായാൽ മരിക്കണേന് ഒരു അസുഖം വേണ്ട. അപ്പൊ നമ്മൾ അല്ലാഹു തആല, അള്ളാന്റെ ഒരു അത്ഭുതകരമായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം അള്ളാന്റെ ഔദാര്യമാണ് അല്ലെ. എത്ര സമ്പത്തുണ്ടായിട്ടും എത്ര രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. അത് നമ്മുടെ മുന്നിൽ ഒരു ഒരു പാഠം എന്നോണം നമ്മളിൽ നിന്നും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഇക്കരെക്കുടി അലീഖ് അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കട്ടെ. ദുനിയാവിൽ അവരിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ആരോഗ്യമില്ലാത്തോണ്ടാണോ? അവർക്ക് കഴിയില്ലാഞ്ഞിട്ടാണോ? ആവുന്നത് പാവനാടിയിലെ അവസാന അസ്ത്രം വരെ പ്രയോഗിച്ചു നോക്കി.
അല്ലാഹു തആലയുടെ കാരുണ്യവും കരുണയും നമ്മുടെ മേലില്ല എങ്കിൽ എന്ത് ഈ ദുനിയാവിൽ ഉണ്ടായിട്ടും കാര്യമില്ല. അള്ളാന്റെ ഒരു ഔദാര്യമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ മനുഷ്യഭൂതവർഗങ്ങളെ ഈ ഭൂമിയിലേക്ക് ഞാൻ പടച്ചിട്ടില്ല. റജബ് നമ്മളിലേക്ക് സമാഗതമാകാൻ പോകുന്നു. ഇന്ന് ജുമാദുൽ ഉഖ്റ 28 നാളെ 29 ശനിയാഴ്ച, ഞായറാഴ്ച 30 ഇൻഷാ അല്ലാഹ് റജബ് 1 തിങ്കളാഴ്ച ദിവസം റജബ് 1 90% അതിനാണ് സാധ്യത. മിക്കവാറും തിങ്കളാഴ്ചയാണ് റജബ് 1 എങ്കിൽ ഞായറാഴ്ച അസ്തമിച്ച രാത്രി ഈ ഇരിക്കുന്ന മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി അവരെല്ലാവരും അവരുടെ ആഗ്രഹങ്ങളും മുറാദുകളും സഫലീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രി മുഴുവനും ഹയാത്താക്കി ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആക്ക് ഉത്തരം കിട്ടുന്ന 5 രാത്രികളിൽ ഒരു രാത്രിയാണ് റജബിന്റെ രാത്രി. അതുകൊണ്ട് ആ രാത്രി റജബ് 1 രാവ് വളരെ പുണ്യമുള്ളതാണ്. ഇനി നമ്മളിലേക്ക് വരുന്ന 90 ദിവസങ്ങൾ, 96 ദിവസങ്ങൾ എല്ലാം പുണ്യമായതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഉമ്മാമ്മമാരും പഴയ കാരണന്മാരൊക്കെ 90 ദിവസം 96 ദിവസം നോമ്പൊടിക്കണം. റജബ് ഫുള്ള് നോമ്പ്, ശഅബാൻ ഫുള്ള് നോമ്പ്, റമളാനും ഫുള്ള് നോമ്പ്. അത് കഴിഞ്ഞ് പെരുന്നാളിന്റെ ഒരു ദിവസം ഒരു ആഘോഷം മാത്രം നടത്തി, പിന്നെയും ശവ്വാൽ 6 നോമ്പ്. ഇങ്ങനെ ആ 96 നോമ്പ് പിടിച്ചിരുന്ന ഒരു കൂട്ടുകാരൻ എന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. നല്ല കരാട്ട അഭ്യാസം അറിയാവുന്ന നല്ല അഭ്യാസിയായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് എല്ലാ റജബിലും നോമ്പാണ്, എല്ലാ ശഅബാനിലും നോമ്പാണ്, എല്ലാ റമളാനിലും നോമ്പാണ്. അതുപോലെ തന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ ശവ്വാൽ 6 ദിവസവും നോമ്പാണ്. ഈ നാട്ടിലുമുണ്ട് അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നവർ. ഈ നാട്ടിലുണ്ട് അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നവര്. റജബിലും ശഅബാനിലും റമളാനിലും പിന്നെ ശവ്വാൽ 6 ദിവസം നോമ്പ് പിടിക്കുന്നവരൊക്കെ ഈ നാട്ടിലുണ്ട്, എല്ലാ നാട്ടിലുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ. ഞങ്ങളിലേക്ക് റജബാണ് കടന്നു വരുന്നത്. റജബ് എന്ന് പറയുന്ന പുണ്യമാസം ബറക്കത്തുകളുടെ കോടാനുകോടി അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മാസമാണ് റജബ്. റജബ് എന്ന് പറഞ്ഞാൽ തന്നെ റഹ്മത്ത്, ജീമ്, ജൂദ്, ധർമ്മിഷ്ടം, ധാരാളം ധർമ്മം ചെയ്യേണ്ടതും ബറക്കത്ത്, അള്ളാഹുവിന്റെ ബറക്കത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു മാസമായതുകൊണ്ട് നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ നീ എനിക്ക് ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണമേ. ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ. മാത്രമല്ല വബല്ലിഗ്നാ ശഹറ റമളാൻ ശഫീഉനാ റസൂലുള്ളാഹി. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്താൽ മാത്രം പോരാ, വബല്ലിഗ്നാ ഞങ്ങളെ എത്തിക്കണേ ഫീ റമളാൻ. കഴിഞ്ഞ റമളാനില് നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പലരും, അസുഖം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ എത്ര ആളുകളാ ഈ ഒരു കൊല്ലത്തിന് മുമ്പ് മരണപ്പെട്ടു പോയെ അല്ലേ? മരണപ്പെട്ടു പോയ മീരാ മുസ്ലിയാരെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയി കണ്ടതാ, സംസാരിച്ചതാണ്, ഓർമ്മക്കുറവുണ്ടായുള്ളൂ. പട്ടമ്മാവുടി അലിയാർ സാഹിബ് മിക്കവാറും നമ്മുടെ കൊല്ലം മലയപീടികേന്ന് ഇങ്ങനെ നടന്നു വരും എപ്പോഴും. പാവം അലിയാർക്ക ഇന്ന് മരിച്ചിട്ട് 120 ദിവസമായി. ഇന്നും അദ്ദേഹത്തിന്റെ പൊന്നുമോൻ ആ കബറങ്ങ ചെന്ന് ദുആ ചെയ്തു. ഇന്ന് സുബഹി കഴിഞ്ഞു. വാപ്പാനോട് സ്നേഹമുള്ള മക്കൾ അങ്ങനെ എത്ര കഷ്ടപ്പെട്ട നമ്മുടെ വാപ്പായും ഉമ്മായും ഇങ്ങനെയാക്കിയത്.
എത്ര കഷ്ടപ്പെട്ടാണ് എത്രയോ ആളുകൾ കഴിഞ്ഞ റമളാനിലും ശഅബാനിലും റജബിലും എല്ലാം നമ്മളോട് കൂടെ ഇവിടെ ഒരുമിച്ച് നിസ്കരിച്ച് ഒരു അസുഖമില്ലാതിരുന്ന അതിനേക്കാളും അസുഖമുള്ള ആൾക്കാർ ഇപ്പോഴും നടക്കുന്നുണ്ട്. അല്ലാഹു തആല അവരെ എല്ലാം പിടിച്ചത് അല്ലാഹുവിന്റെ കാരുണ്യമെന്നത് അത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുകയില്ല. അള്ളാന്റെ ഔദാര്യം എന്നത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതല്ല. ഒരാൾക്ക് അല്ലാഹു തആല ജീവിതത്തിൽ അവന്റെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്യുക എന്നാൽ ധാരാളം ആയുസ് കൊടുക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് കൊടുക്കുകയുമാണ്. ജീവിതത്തിലെ ബറക്കത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലം ജീവിച്ചു, പക്ഷേ നാട്ടിലെ ഏറ്റവും വലിയ തല്ലിപ്പൊളിയാണെങ്കിൽ ആളുകൾ പറയുന്നത് ഇവൻ മരിച്ചത് നന്നായുള്ളൂ. എന്നാൽ നല്ല ഒരു മനുഷ്യനാണ്, ഒരുപാട് കാലം ജീവിച്ചവനാണ്, 90ന്റെ മുകളിൽ വയസ്സുണ്ട്. പക്ഷേ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പടച്ചവനെ ആ മനുഷ്യന് നീ ദീർഘായുസ് കൊടുക്കണേ, ജനങ്ങൾക്ക് ഉപകാരമുള്ള നാടിനുപകരിക്കുന്ന ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാൽ സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നാട്ടുകാര് പോലും ആഗ്രഹിക്കും പടച്ചവനെ ആ മനുഷ്യനെ നീ മരിപ്പിക്കല്ലേ. ഇതാണ് നല്ല മനുഷ്യൻ. ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുക എന്നാൽ അല്ലാഹുവിന്റെ പുണ്യമായ മാസങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് സ്വീകരിക്കണേ, സലവാത്തുകൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ശുക്റുകൾ കൊണ്ട്, സദഖ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട് നല്ല നല്ല മാസങ്ങൾ വരുമ്പോൾ അതിനെ നിങ്ങൾ സ്വീകരിക്കണേ. അങ്ങനെയുള്ള 4 മാസങ്ങളാണ് ഏതൊക്കെയാ? ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. അല്ലാഹു തആലയുടെ അടുക്കൽ എന്താ? യൗമ ഖലഖസ് സമാവാതി വൽ അർളി. ആകാശഭൂമികളെ പടയ്ക്കുന്ന സമയം അള്ളാന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12, അത് 12ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രതയുള്ള മാസങ്ങളാണ്. ഈ യുദ്ധത്തിൽ ഈ മാസത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. നിന്റെ ഉപ്പയെ കൊന്ന സഹോദരനാണ്, പക്ഷേ റജബിൽ അവനോട് നീ പ്രതികാരം ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാ 4 മാസങ്ങൾ? 1 ദുൽഖഅദാണ്, 2 ദുൽഹിജ്ജയാണ്, 3 മുഹറമാണ്, 4 ശഹറുല്ലാഹി റജബുല്ലാഹിയാണ്. അള്ളാഹുവിലേക്കും മുളർ ഗോത്രത്തിലേക്കും ചേർക്കപ്പെട്ട റജബാണ്. 2 മാസങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നുണ്ട്. 1 ശഹറുല്ലാഹിൽ മുഹറമും, 1 റജബുല്ലാഹിയും. മുഹറമാണ്, റജബ് മാസമാണ്, 1 മുഹറ മാസമാണ്. തുടരെ വരുന്ന 3 മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ ഇടയിലുള്ള റജബ്, ഇങ്ങനെ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ മാസത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ എന്താ കുഴപ്പം? അള്ളാഹു അവന് ശിക്ഷിക്കുന്നതാണ്. ശിക്ഷിക്കുമ്പോൾ അത് മറ്റു മാസങ്ങളെ പോലെയാവില്ല. പരിശുദ്ധ ഹറമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പുൽക്കൊടി പോലും നമ്മൾ പറക്കാൻ നുള്ളാൻ പാടില്ല. നിലത്ത് വീണ് കിടന്നത് എടുക്കാൻ പാടില്ല. ഇക്കഴിഞ്ഞ വർഷം ഒരാൾ ഹജ്ജിന് പോയപ്പോ നിലത്ത് കിടന്ന ഒരു പേഴ്സ് എടുത്ത് കൈ പിടിച്ചു. റൂമിൽ വന്നപ്പോ പോലീസ് പൊക്കി. ഹജ്ജ് പോലും ചെയ്യാതെ ഫുള്ളായി അവനെ ജയിലിൽ അടച്ചു. ഹജ്ജ് കഴിഞ്ഞപ്പോൾ കയറ്റി വിട്ടു. ചാടിക്കിടക്കുന്ന ഒരു വസ്തുവും നിലത്ത് വീണ് കിടക്കുന്ന തന്റേതാണെങ്കിൽ പോലും എടുക്കാൻ പാടില്ല. അവിടെ ക്യാമറ പതിയും. എന്താണ്? മസ്ജിദുൽ ഹറാമാണ്, നിഷിദ്ധമായ നിരോധിതമായ മേഖലയാണ്. ഉപ്പയെ കൊന്ന കൊലയാളിയെ കണ്ടുമുട്ടിയത് ഹറമിൽ തവാഫ് ചെയ്തപ്പോഴാണ്. ദേഷ്യപ്പെട്ടവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പാടില്ല. അതാണ് നിരോധിത മേഖലയുടെ പ്രത്യേകത. ഇതുപോലെ ഖുർആൻ പറയുന്നു,
മിൻഹാ അർബഅത്തുൻ ഹുറും 12 മാസങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിലും അതിൽ മിൻഹാ അർബഅത്തുൻ ഹുറും 4 മാസങ്ങൾ നിഷിദ്ധമാണ്, ഹറാമായത് ചെയ്യല്ലേ. ശഫീഉനാ റസൂലുള്ളാഹി. ഓഫറുകളുടെ പെരുമഴയാണ് റജബും ഷഹ്റും റമളാനും ശഅബാനുമെല്ലാം. പണ്ഡിതന്മാര് പറയുന്നത് കന്ന സനത ശജറത്തുൻ, ഈ വർഷം എന്നതൊരു വൃക്ഷം പോലെയാണ്. തൽഹറു ഔറാഖുഹാ, ആ വൃക്ഷത്തിലെ ഇലകൾ മുളയ്ക്കുന്നത് ഫീ ശഹ്രി റജബിൻ, അത് റജബ് മാസത്തിലാണ്. ഒരു വർഷം എന്നത് അതൊരു വൃക്ഷമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ടോ അതിനകത്ത് ഇലകൾ മുളയ്ക്കുന്നത് തൽഹറു ഔറാഖുഹാ ഫീ ശഹ്രി റജബ്, റജബ് മാസത്തിലാണ് ആ വൃക്ഷത്തിൽ ഇലകൾ തളിർക്കുന്നത്. വസമറു ഫീ ശഹ്രി ശഅബാൻ, എന്താണ് അതിനകത്ത് പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നത് ശഅബാൻ മാസത്തിലാണ്. ആ പഴവർഗ്ഗങ്ങൾ ജനങ്ങൾ പറിച്ചെടുക്കുന്നത് ഫീ ശഹ്രി റമളാൻ, അത് റമളാനിലാണ്. നബി മുഹമ്മദ് മുസ്തഫ റമളാനിലാണ്. ഒരു വർഷം എന്നത് ഒരു വൃക്ഷം പോലെയാണ്. അതിനകത്ത് ഇലകൾ തളിർക്കുന്നത് ശഅബാനിലും പഴങ്ങൾ ഉണ്ടാകുന്നത് ശഅബാനിലും. അത് പറിച്ചെടുത്ത് വിളവ് കൊയ്ത് നമ്മൾ ആസ്വദിക്കുന്നതും വിൽക്കുന്നതും ഇപ്പൊ എവിടെയാണ്? അത് റമളാനിലാണ്. റമളാനിൽ കിട്ടുക എന്നത് തൗഫീഖാണ്. മറ്റൊരു സഹാബി കാല ഇബ്നു റജബിൻ എന്ന് പറയുന്ന സഹാബി പറയുന്നു, ഫിൽ ലതായിഫിൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ശഹ്റു റജബിൻ, റജബ് മാസം എന്ന് പറഞ്ഞാൽ മിഫ്താഹു അശ്ഹുറിൽ ഖൈരി വൽ ബറക്കത്തി, എല്ലാ ഖൈറുകളുടെയും ബറക്കത്തുകളുടെയും താക്കോലാണ് റജബ് മാസം. അതുകൊണ്ട് റജബില് നന്മകൾ അധികരിപ്പിക്കണം. ഷഹ്റു റജബിൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ലിസ്സറഇ, നന്നായിട്ട് കൃഷി ഇറക്കേണ്ട മാസമാണ്. നന്നായിട്ട് കൃഷി ഇറക്കിയാൽ അവന് റമളാനിന് അല്ലാഹു ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവിൽ കോടാനുകോടി ആളുകൾക്ക് പൊറുക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു അവന് പൊറുക്കുന്നതാണ്. നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമാണോ തൗബ ചെയ്യേണ്ടത്? തെറ്റ് ചെയ്താൽ മാത്രമാണ് ഒരാൾ തൗബ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എല്ലാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വീട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആദ്യം പറയണത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം പറയും. നബി തങ്ങളുടെ വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്തതാണ്. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് ഓരോ ദിവസവും 100 പ്രാവശ്യം അല്ലെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പതിവാക്കിയിരുന്നു. ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റജബ് മാസം. റജബ് മാസം തുടങ്ങുന്നത് മുതൽ പുതിയ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. നന്മയുടെ പുതിയ വിത്തുകൾ വിതറുകയാണ്. റമളാനിലേക്ക് മനസ്സും ശരീരവും പാകപ്പെടുത്തുകയാണ്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മാസത്തിൽ നാം കൂടുതലായി ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ എപ്പോഴും നമ്മൾ അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാറിലായിരിക്കെ ഒരു ജനത എത്ര വലിയ കൊടിയ പാപം ചെയ്താലും ഇസ്തിഗ്ഫാറിലായിരിക്കെ ആ ജനതയെ അല്ലാഹു തആലക്ക് നശിപ്പിക്കാൻ പറ്റൂല. എത്ര കുറ്റം ചെയ്താലും അവർ ഇസ്തിഗ്ഫാറിലാണെങ്കിൽ ആ ജനതയെ ഒരിക്കലും അള്ളാഹുവിന് ശത്രുവിന് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റൂല. അള്ളാഹിന്റെ അദാബ് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കും. ഏതുപോലെ ഖുർആൻ പറയുന്നു, ഫഅലം അന്നഹു, സൂറത്ത് മുഹമ്മദിന്റെ 19-ാമത്തെ ആയത്ത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതകല്ലബഹും വമത്വാകും. ഖുർആൻ പറയുന്നു, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മാസാന്ത ദിക്റില് തുടങ്ങുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു വാക്യമാണ് ഫഅലം അന്നഹു, അല്ലേ? ആ
ആ ദിക്റിന് മുമ്പ് ഫഅലം നീ അറിയണം അന്നഹു നിശ്ചയമായും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല വസ്തഗ്ഫിർ ലിദംബിക നിന്റെ പാപം പൊറുക്കാൻ നീ നിന്റെ റബ്ബിനോട് പൊറുക്കൽ ചോദിക്കണം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് നിനക്ക് മാത്രം നീ പൊറുക്കലിനെ ചോദിച്ചാൽ പോരാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ ദുആ ചെയ്യണം ലോകത്തുള്ള എല്ലാ പള്ളികളിലും ഖുതുബ നടക്കുമ്പോൾ ഖതീബമാര് മിമ്പറിൽ നിന്ന് ദുആ ചെയ്യലുണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലോകത്ത് മുഅ്മിനായ മുസ്ലിമായ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ പൊറുക്കണേ അല്ലാഹ് ഖുർആന്റെ അധ്യാപനമാണ് നിനക്ക് വേണ്ടി മാത്രം നീ ദുആ ചെയ്യരുത് അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ റബ്ബന എന്താണ് എന്നിലേക്ക് മാത്രം ചുരുങ്ങാതെ മൊത്തത്തിലേക്കുള്ള റബ്ബന ഹബലന റബ്ബന ആതിന റബ്ബന ഹബലന മിൻ ലദുൻക റഹ്മ ഇങ്ങനെ ബഹുവചനമാക്കി പറയണമെന്നാണ് ഖുർആൻ പറയുന്നത് തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ തൗബ ചെയ്യണം ഇസ്തിഗ്ഫാർ നിർബന്ധമാണ് തൗബയും നിർബന്ധമാണ് പാപം ചെയ്യുന്നവർക്ക് മാത്രമല്ല ഇസ്തിഗ്ഫാർ വേണ്ടത് പാപം ചെയ്യാത്തവരും അത് പതിവാക്കണം ഇസ്തിഗ്ഫാർ ഏറ്റവും വലിയ ഇബാദത്താണ് അത് ഹൃദയത്തിന് ജീവൻ നൽകുന്ന നമ്മുടെ അല്ലാഹുവിനോട് അടിമത്തത്തെ അടയാളപ്പെടുത്തുന്ന ഒരു മഹത്തായ ഒരു അടയാളമാണ് ഇബാദത്താണ് ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം പകൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ അന്നവൻ സ്വർഗത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ ആ ഇസ്തിഗ്ഫാർ നിങ്ങൾ ഓരോരുത്തരും പതിവാക്കുന്നതാണെന്ന് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ആ ഇസ്തിഗ്ഫാറിന്റെ പേര് തന്നെ ഇസ്തിഗ്ഫാറുകളുടെ നേതാവാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ പോലും 7 വൻപാപങ്ങളിൽ പെട്ടതാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ഞോടൽ അത് ചെയ്ത മനുഷ്യന് പോലും ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു എന്ന ചെറിയ ഒരു ഇസ്തിഗ്ഫാർ അവന്റെ വലിയ പാപങ്ങൾ പൊറുക്കുന്നതാണ് ചെറിയ പാപങ്ങൾ പൊറുക്കുന്നതാണ് ഇവിടെ പറയുന്നു സയ്യിദുൽ ഇസ്തിഗ്ഫാർ അയ്യഖൂലൽ അബ്ദു ഒരു അടിമ പറയലാണ് അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്താ ഇസ്തിഗ്ഫാർ തന്നെ നിങ്ങൾ റജബിൽ പതിവാക്കി നോക്കിയേ അടുത്ത റജബിൽ അല്ലാഹു നിങ്ങളെ സർവ്വവിധ ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധി കൊണ്ട് ആയുസ്സിൽ ബറക്കത്ത് കൊണ്ട് വരുമാനത്തിൽ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സമ്പാദ്യം ഹോസ്പിറ്റലുകളിൽ വലിച്ചെറിയുന്നതിനെ തൊട്ട് അല്ലാഹു തടയുന്ന മഹത്തായ ദിവ്യ ഔഷധമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കണം നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സയ്യിദുൽ ഇസ്തിഗ്ഫാർ അയ്യഖൂലൽ അബ്ദു ഒരടിമ പറയലാണ് എന്ത് അല്ലാഹുമ്മ അന്ത റബ്ബി നീ ഞങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖതനീ വാന അബ്ദുക വാന അലാ അഹദിക വവഅദിക മസ്തതഅതു എന്താ പറയുന്നത് നീ എന്നെ പടച്ചവനാണ് നീ എന്നെ സൃഷ്ടിച്ചവനാണ് ഞാൻ നിന്നോടുള്ള കരാറുകളും വാഗ്ദാനങ്ങളും എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ പാലിക്കുന്നവനാണ് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അഊദു ബിക മിൻ ശർരി മാ സനഅതു എന്റെ കയ്യിലിരിപ്പ് മൂലം എനിക്കുണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ദുരന്തങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു കാവൽ മാത്രമല്ല ബിനിഅമതിക അലയ്യ അബൂഉ ലക ബിനിഅമതിക അലയ്യ നിന്റെ കാരുണ്യത്തിന്റെ കരുണ കടാക്ഷം എന്റെ പേരിൽ നീ ചൊരിയണം മാത്രമല്ല വ അബൂഉ ബിദംബി എന്റെ പാപത്തെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു ഫഗ്ഫിർലി എനിക്ക് നീ പുറത്തു തരണേ
ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അന്താ, നീയല്ലാതെ ഈ ദുനിയാവിൽ പാപങ്ങൾ പൊറുക്കുന്നവനില്ല എന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മൻ ഖാലഹ, ഇതിനെ ആരെങ്കിലും പറഞ്ഞാൽ, എപ്പോ പറഞ്ഞു? ഹീന യുസ്ബഹു, പ്രഭാത സമയത്ത്, മൂക്കിനൻ ബിഹാ, ഇത് നല്ല പോലെ മനസ്സിൽ ഉറപ്പിച്ച് എല്ലാ ദിവസവും റജബ് 1 മുതൽ അവൻ പറഞ്ഞു. എന്നാൽ ഫമാത മിൻ യൗമിഹി ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. നിസ്കാരം കഴിഞ്ഞാണ് നീ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഓതണമെങ്കിൽ അന്ന് മഗ്രിബിന് മുമ്പ് നീ മരണപ്പെട്ടാൽ നീ സ്വർഗ്ഗത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നീ ഓതുന്നതെങ്കിൽ എന്റെ പൊന്നുമോനെ, നബി തങ്ങൾ പറയുന്നു, വമൻ ഖാലഹ ഹീന യംശി മൂക്കിനൻ ബിഹാ ഫമാത മിൻ ലൈലതിഹി. അങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അങ്ങനെ രാത്രി അവൻ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി, അവൻ സ്വർഗ്ഗത്തിലാണ്. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കണേ. മനുഷ്യന് തെറ്റുകളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത ഒരേ ഒരാൾ ഈ ദുനിയാവിൽ അത് അല്ലാഹുവിന്റെ റസൂല് മാത്രമേ ഉള്ളൂ. നബിതങ്ങളുടെ മാത്രമാണ് ദുനിയാവിലെ എല്ലാ കുറ്റങ്ങളും കുറവുകളിൽ നിന്നും ഒഴിവായ ഒരേ ഒരാളാരാ? അത് അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹുവിന്റെ റസൂല് അല്ലാത്ത എന്താ ഒരു ബൈത്തിൽ കാണാം, വലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഈ ലോകത്ത് മരിക്കാതെ എന്നെന്നും ശേഷിച്ച് ഏതെങ്കിലും ഒരു കോടാനുകോടി മനുഷ്യർ, 7000 കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമി പടച്ച അന്നു മുതൽ അവസാനം വരെ നിലനിൽക്കുമെങ്കിൽ അത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പോലും ലോകത്ത് നിന്ന് 63-ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. പാപങ്ങൾ മനുഷ്യ സഹജമാണ്. പക്ഷേ പൊറുക്കാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു വച്ചിട്ടുണ്ട്. പണ്ട് ബഗ്ദാദിൽ ഒരു കടയ്ക്ക് തീ പിടിച്ചു. ബഗ്ദാദിൽ ഒരു കടയ്ക്ക് തീ പിടിച്ചപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, അങ്ങയുടെ വലിയൊരാളാണ്, അങ്ങയുടെ സ്ഥാപനം കത്തി, എല്ലാ ചരക്കുകളും കത്തി നശിച്ചു, അങ്ങയുടെ കട മാത്രം കത്തിയില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചാടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം 30 വർഷം ഇസ്തിഗ്ഫാറിലായി ജീവിച്ചു. എന്താ കാരണം? ലോകം മുഴുവനും നശിച്ചു, എന്റെ വീട് അപ്പുറം ഇപ്പുറയുള്ള എല്ലാവരും നശിച്ചു, ഞാൻ മാത്രം നശിച്ചില്ല, അൽഹംദുലില്ലാ, സന്തോഷായി എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അപ്പുറം ഇപ്പുറം മുസീബത്ത് വന്നപ്പോ അങ്ങയുടെ കട മാത്രം നശിച്ചില്ല, കമ്പോളത്തിലെ ബഗ്ദാദിലെ മിക്കവാറും കടകൾ നശിച്ചു, അങ്ങയുടെ കട മാത്രം നശിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചാടി അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഓർത്തു നോക്കി, പടച്ചവനെ, ഞാൻ എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞേ? എന്റെ അപ്പുറയും ഇപ്പുറയും ഉള്ള എന്റെ കൂട്ടുകാരുടെയും സ്നേഹിതന്മാരുടെയും കുടുംബക്കാരുടെ ഒക്കെ കടകൾ നശിച്ചു പോയപ്പോ ഞാൻ എങ്ങനെ സന്തോഷിക്കും? അങ്ങനെ 30 വർഷം ആ മഹാൻ ഇസ്തിഗ്ഫാറിലായി ജീവിച്ച ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് മറ്റുള്ളവന്റെ വേദനകളും തോൽവിയും ഒരിക്കലും നമ്മുടെ സന്തോഷമാവരുത്. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ്. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അതിന്റെ പേരിൽ കളിയാക്കാനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ കുറ്റം പറയാനോ പടക്കം പൊട്ടിക്കാനോ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം. അല്ലാഹു തആല റജബിനെ നല്ലതുപോലെ വരവേൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മിക്കവാറും ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചയാണ് റബീഉൽ ജുമാദുൽ ഉഖറ 30, തിങ്കളാഴ്ചയായിരിക്കും റജബ് 1. ഇനി അഥവാ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മാസപ്പിറവിയൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. അല്ലാഹു നല്ലതുപോലെ
റജബിനെയും ഷഅബാനെയും റമളാനെയൊക്കെ ബഹുമാനിച്ച് അമലുകൾ ചെയ്യാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന പല ആളുകളും ഖബറിലാണ്. എത്രയോ ചെറുപ്പക്കാർ ഒരു അസുഖമില്ലാതെ കുഴഞ്ഞു വീണ് മരിച്ച് നമ്മുടെ ഈ വാക്സിൻ എടുത്തതിന്റെ പേരിൽ ഈ 40-ന്റെയും 20-ന്റെയും ഇടയിലുള്ള കുറെ കോളേജ് കുട്ടികൾ ചുമ്മാ നടന്നു പോകുമ്പോൾ ബ്ലഡ് കോട്ടായി മരണപ്പെട്ട് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഈ 2025-ലാണ്. അതുകൊണ്ട് മരിക്കണമെങ്കിൽ അസുഖമൊന്നും വേണ്ട. നമ്മൾ മരിക്കണമെങ്കിൽ ഒരു അസുഖം വേണ്ട. സമയമായി കഴിഞ്ഞാൽ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും അവൻ മരിച്ചിരിക്കും. ഇനി രോഗിയാണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ഇട്ടേക്കണ അരി എത്തുമ്പോഴേ മരിക്കുള്ളൂ. അള്ളാഹു താല നമുക്കൊക്കെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് ദുആ ചെയ്യണം. ഈ കൈയുടെ 4 ആഴ്ചയെങ്കിലും ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷണം ഉണ്ടാവും. നമ്മളെല്ലാവരും ഇതൊക്കെ വരാൻ എന്തോരം നേരം വേണമല്ലേ? അള്ളാഹു കാക്കുമാറാവട്ടെ, എല്ലാവരെയും കാക്കട്ടെ. രോഗത്തിലായിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ഇന്ന് കുത്തുബ ഓതുന്ന എൻ്റെ അയൽവാസി റഫീഖ് ബൈസിയാണ്. ഈ മുളവൂര് ചെറപ്പടിയിലെ 3 വർഷമായിട്ട് സദർ മുഅല്ലിമാണ്. എൻ്റെ അയൽവാസിയാണ്, കൂട്ടുകാരനാണ്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ, മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 5000 രൂപ, പ്രസവിച്ച് കിടക്കുന്ന സഹോദരിക്കും കുട്ടിക്കും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി മൂവാറ്റുപുഴ പള്ളിയുടെ കത്തുമായി വന്നിട്ടുണ്ട്. സാമ്പത്തിക സഹായം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെളിയിൽ അത് ചെയ്യുക. അല്ലാഹു തആല നമ്മൾ ചെയ്ത സദഖകൾ സ്വീകരിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുറാഹിമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങളെ സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പള്ളിയിലേക്ക് സദഖ ചെയ്തു, നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, നിനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, ഉപ്പയുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ആ ഉപ്പാടെ ഖബറിലെ അദാബ് ഇല്ലാതാക്കണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. നന്മയുടെ കിതാബ് വലങ്ങയിൽ കൊടുക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 5000 രൂപ അല്ലാഹുവേ ജാരിയായ സ്വതക്കയായി സ്വീകരിക്കണേ അല്ലാ. ഈ സ്വതക്കായി സ്ഥലം പള്ളിയുടേതായി നിലകൊള്ളുന്നിടത്തോളം അതിന്റെ പ്രതിഫലം അവരുടെ കുടുംബത്തിലേക്ക് കൊടുക്കണം അല്ലാ. അവരുടെ വരുമാനങ്ങളിലേക്ക് കൊടുക്കണം അല്ലാ. 51ഓളം സെന്റ് സ്ഥലം വാങ്ങുന്നതിലേക്ക് അകമഴിഞ്ഞ് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 3 സെന്റിന്റെ വരെ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് തന്നവരുണ്ട്. എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. എല്ലാവരെയും കബൂലാക്കണേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. പ്രസവിച്ചു കിടക്കുന്ന പൊന്നുമോൾക്കും കുട്ടിക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ശിവ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും അല്ലാഹുവേ ദുർബലരാണ്. ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ വിനീതൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും ചൊരിയണ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തർക്കും ആ പുണ്യഗേഹത്തിൽ ചെന്ന് മഖ്ബൂലും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, 1 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു പോയ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് മുഖങ്ങൾ കണ്ട് പരിചയമുള്ളവരാണ് റബ്ബേ. നീ പൊറുക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഇക്കരക്കുടി അലീക്കാക്ക് നീ പൊറുക്കണേ അല്ലാ.
അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ അള്ളാഹുവേ ജീവിതകാലത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് മരണപ്പെട്ടതാണ്. പൊറുക്കണേ അല്ലാ, എല്ലാം സ്വീകരിക്കണേ അല്ലാ. അവർക്ക് വേണ്ടി ഓതുന്ന ഖത്മുകൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ സ്വീകരിക്കണം അല്ലാ. ഈ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു പോയ മീരാ മുസ്ലിയാരെ സ്വീകരിക്കണം അല്ലാ. അലിയാർ സാഹിബിനെ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, ഈ മഹൽ നിവാസികളിൽ നിന്നും വിണ്ടുവഴി മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ അടക്കിയ ആരെല്ലാം ഉണ്ടോ ആ മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണേ അല്ലാ. ഉസ്താദന്മാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. പള്ളിയിലേക്ക് സ്വതക്ക ചെയ്യുന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഉസ്താദന്മാരെ അനുഗ്രഹിക്കണം അല്ലാ. വീട് പണികൾ പൂർത്തീകരിക്കണം അല്ലാ. സുഖമില്ലാത്ത ഉപ്പാക്കും ഉമ്മാക്കും പൊറുക്കണേ അല്ലാ. ബക്കറ്റ് പിരിവിൽ പൈസ ഇടുന്നവരെ സ്വീകരിക്കണേ റബ്ബേ. വാക്കുകൊണ്ടെങ്കിലും ഉസ്താദന്മാരെയും ഈ ദീനീ സ്ഥാപനത്തെയും സഹായിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാ.